എല്ലാവർക്കും ചാരു സർക്കിളിലേക്ക് സ്വാഗതം. ഞാനൊരു അടിപൊളി ബോട്ടിൽ ക്രാഫ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതും കൂടിയാണ്. നമ്മൾ ബോട്ടിൽ പെയിന്റ് ഒന്നും ചെയ്യുന്നില്ല, വൂളൻ നൂല് കൊണ്ട് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ബോട്ടിൽ ക്രാഫ്റ്റ്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നതിന് മുന്നായിട്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എൻ്റെ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അതിനായിട്ട് കുപ്പി എടുത്തിട്ടുണ്ട്. കുപ്പി കഴുകി വൃത്തിയാക്കി തുടച്ചെടുത്തിട്ടുണ്ട്. ഒരല്പം വലിയ കുപ്പിയാണ് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വൂളൻ നൂലാണ് എടുത്തിരിക്കണം. അത് 2 കളറ് വേണം. ഒന്ന് കുപ്പി മൊത്തത്തിൽ ചുറ്റിയെടുക്കാൻ വേണ്ടിയാണ്. അത് കളർ കോമ്പിനേഷനൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് എടുക്കാം. ഇവിടെ ഞാനിപ്പോൾ ഒരു ഓഫ് വൈറ്റ്, ക്രീം, അതുപോലെ തന്നെ റെഡ്, ഗ്രീന് ഒക്കെ ഉണ്ട്, ഒരു പിങ്കും ഒക്കെ ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പം ഞാൻ വിചാരിച്ചു ആദ്യം നമുക്ക് ക്രീം കളറ് മൊത്തത്തിൽ എടുത്തതിന് ശേഷം ഗ്രീൻ അതിൻ്റെ കൂടെ എടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് കുപ്പിയിൽ ഒന്ന് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് മൊത്തത്തിൽ ചുറ്റിയെടുക്കണം. അത് എല്ലാവർക്കും അറിയാം, മൊത്തത്തിൽ ചുറ്റിയെടുക്കാൻ. അപ്പം നമ്മൾ ആദ്യം ഫെവിക്കോൾ അപ്ലൈ ചെയ്യാണ്. നമ്മൾ ഫെവിക്കോളിൽ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, നേരെ തന്നെ അപ്ലൈ ചെയ്യാണ്. അപ്പോൾ ദേ നമ്മൾ ചുറ്റി കൊടുക്കാൻ പോവാണ് ക്രീം കളറ്. അപ്പോൾ ക്രീം കളർ മൊത്തത്തിൽ ചുറ്റിയെടുക്കുക ആദ്യം. അപ്പോൾ ദേ ഇത് എല്ലാവർക്കും അറിയാം ചുറ്റിയെടുക്കാൻ. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ക്രീം കളർ വൂളൻ നൂല് ചുറ്റിക്കൊടുത്തു. നന്നായിട്ട് ഉണങ്ങിയിട്ടുമുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഗ്രീൻ കളറിലെ വൂളൻ നൂലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് റെഡ് കളർ അത്ര ഭംഗി എനിക്ക് തോന്നിയില്ല, അപ്പോൾ ഗ്രീൻ എടുത്തു. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുപ്പിയുടെ നീളത്തിനനുസരിച്ച് കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നീളത്തിലാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കാൻ പോകുന്നത്. കുറച്ച് ഗ്ലൂ എടുത്തിട്ട് നീളത്തിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വേണം ഒട്ടിച്ചു കൊടുക്കാൻ. ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നന്നായിട്ട് ടൈറ്റ് ചെയ്തു, എന്നിട്ട് ഒട്ടിച്ചു കൊടുക്കണം. നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിടിക്കണം, എന്നിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ബാക്കി ഭാഗം താഴത്തുണ്ടെങ്കിൽ അത് നമുക്ക് പിന്നീട് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ കുറച്ച് അകലത്തിൽ ഞാൻ ഒട്ടിച്ചു കൊടുത്തു, ഇതുപോലെ നീളത്തിൽ. ഇനി വേണ്ടത് കുപ്പിയുടെ താഴത്തെ ഭാഗം നമ്മൾ കുറച്ച് കട്ടിക്കായിട്ട് കുറച്ച് ഭാഗത്ത് മാത്രം വൂളൻ നൂല് ചുറ്റിക്കൊടുക്കണം. ഇതുപോലെ. അപ്പോൾ അതും ചുറ്റിയിട്ട് നമ്മൾ മുകൾ ഭാഗത്തായിട്ട് കുറച്ചായിട്ട് ഇതുപോലെ നീളത്തിൽ നമ്മൾ എടുത്തല്ലോ അതുപോലെ തന്നെ വട്ടത്തിൽ ചുറ്റി കൊടുക്കുകയാണ്. അപ്പോൾ 2 ജോയിൻറ്റും കൂടെ കുറച്ച് ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഒരു കോളം പോലെ ആയില്ലേ? ഇതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യണത്. അപ്പോൾ ഇച്ചിരി ഗ്ലൂ അപ്ലൈ ചെയ്ത് നമുക്ക് ആ ജോയിൻ്റ് അങ്ങ് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ലാസ്റ്റിലും നമ്മൾ ഒട്ടിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ ചെറിയ ചെറിയ കോളമായി. ഇനി നമുക്ക് ഈ താഴത്തെ ഭാഗം നീണ്ടു കിടക്കുന്ന ആ ഭാഗമില്ല, അധികമായിട്ട് കിടക്കുന്ന വൂളൻ നൂലെല്ലാം കട്ട് ചെയ്യണം. മുകളിലും കുറച്ചുണ്ട് ചുറ്റിനും, അപ്പോൾ അതും നന്നായിട്ട് കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കണം. ഇനി വേണ്ടത് കുറച്ച് ഗോൾഡൻ മുത്തുകളാണ്. ഈ കോളത്തിൽ വെച്ച് കൊടുക്കുക. അതിന് വേണ്ടിയാണ് നമ്മൾ കോളം ഉണ്ടാക്കിയത്. അപ്പോൾ കോളത്തിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഗ്ലൂ നമ്മൾ ഫെവിക്കോൾ തന്നെ എടുത്തിരിക്കുന്നത്. എന്നിട്ട് കുറച്ച് കട്ടിക്ക് തന്നെ അപ്ലൈ ചെയ്യണം. എന്നിട്ട് നമുക്ക് ഓരോ മുത്തുകൾ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഓരോ കോളത്തിലായിട്ട് ഫെവിക്കോൾ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ഓരോ മുത്തുകളായിട്ട് വെച്ച് കൊടുക്കാം. ഇതുപോലെ ചെയ്യാം. ഫെവിക്കോൾ മതിയാവും. അപ്പം മുത്തുകൾ വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ട ഇതിലൊന്ന് ഹാങ് ചെയ്യാൻ വേണ്ടി ഈ വൂളൻ നൂലിൽ നമ്മളൊരു 3 വിരൽ അല്ലെങ്കിൽ 4 വിരൽ അകലത്തിൽ ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കണം. ചുറ്റി ചെയ്തിട്ട് ഇതുപോലെ ഒന്നൊരു കുറച്ച് കട്ടിക്ക് ചുറ്റിക്കോ. ഞാനിപ്പോൾ ചുറ്റിയെടുക്കുകയാണ്. എന്നിട്ട് ആ ഒരു ലാസ്റ്റ് ഭാഗം കട്ട് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ ഒരു സൂചിയിൽ അതിൻ്റെ ഒരു അല്പം ഒരു ഗ്രീൻ കളറ് നൂലായാലും മതി. ഇത് ഞാനിപ്പോൾ ഇതിൽ തന്നെ കോർത്തെടുക്കുകയാണ്. അപ്പോൾ എന്നിട്ട് ആ നടുഭാഗത്തായിട്ട്, അതായത് എൻ്റെ നടുഭാഗത്തായിട്ട് ഒന്ന് ചുറ്റി കൊടുക്കുകയാണ്. സൂചി ഉള്ളിലൂടെ കയറ്റിയിട്ട് ഒന്ന് ചുറ്റിയെടുക്കണം. അപ്പോൾ ഇതുപോലെ കിട്ടും. അപ്പോൾ നമ്മളിങ്ങനെ കൈ വിട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ കിട്ടും. അപ്പം ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് കൈ ഇങ്ങനെ എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ആ അവസാനത്തെ ഭാഗം, അതായത് താഴത്തെ ഭാഗം കട്ട് ചെയ്ത് കൊടുത്തു ഒരുമിച്ച്. അപ്പോൾ ഇതുപോലെ കിട്ടും. ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും അറിയാം ഇത് എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. അപ്പോൾ ഇങ്ങനെ കിട്ടും.
അപ്പോൾ ഇത് കിട്ടിയതിന് ശേഷം നമ്മൾ മുകൾ ഭാഗത്തായിട്ട് ഒരു നൂല് വെച്ചിട്ട് തന്നെ ഒന്ന് കെട്ടിക്കൊടുക്കണം. കുറച്ച് ഭാഗം, അത് മുകളിൽ നിന്ന് താഴത്തേക്ക് ഒരു കുറച്ച് ഭാഗം ബൾജ് ചെയ്തിരിക്കുന്ന പോലെ നമ്മൾ എടുത്തിട്ട് ഒരു നൂല് വെച്ചിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഒരു ചെറിയ നൂല് എടുത്തിട്ട് മുകൾ ഭാഗത്ത് കുറച്ച് ഭാഗം എടുത്തിട്ട് ഒന്ന് കെട്ടിയതിന് ശേഷം താഴത്തേക്ക് അതിനോടൊപ്പം യോജിച്ച് കിടന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. അതിനോടൊപ്പം തന്നെ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ബാക്കി ഭാഗം. എന്നിട്ട് നന്നായിട്ട് കെട്ടിക്കൊടുക്കണം. അത് അപ്പോൾ ഞാൻ ഒരു കെട്ടും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇരുന്നത് ഇതുപോലെ ആക്കിയെടുക്കണം. അപ്പോൾ എന്നിട്ട് നമ്മൾ ഒരേപോലെ കട്ട് ചെയ്യണം. ഇതിങ്ങനെ ഒരേപോലെ ആക്കിയതിന് ശേഷം ഒരേപോലെ നമ്മൾ ആ നൂല് കട്ട് ചെയ്ത് കൊടുക്കണം താഴത്തെ ഭാഗം. അപ്പോൾ കണ്ടല്ലോ, ഇപ്പോൾ ദേ സംഭവം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ ഞാൻ ഇപ്പോൾ ക്രീം കളറും ഒരു ഗ്രീൻ കളറും എടുത്തിട്ടുണ്ട്. ഇപ്പോൾ 3 എണ്ണം ഉണ്ട്. ഇത് 3 എണ്ണം നമുക്ക് കുപ്പിയിലൊന്ന് ഹാങ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ എളുപ്പമല്ലേ ചെയ്യാൻ. അപ്പോൾ ഇനി അതിൻ്റെ ഒരു കുറച്ച് ഗ്രീൻ കളർ കൂടുതൽ എടുത്തതിന് ശേഷം കുപ്പിയിൽ നമ്മൾക്കൊന്ന് ചുറ്റി കൊടുക്കാം. എന്നിട്ട് വേണം അത് ഹാങ് ചെയ്ത് ഇങ്ങനെ ഇടാൻ. അപ്പോൾ ദേ കണ്ടല്ലോ, ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കാം. അപ്പോൾ ഫെവിക്കോൾ വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ അതവിടെ ഇരുന്നോളും. അപ്പോൾ ദേ ഇതുപോലെ ആക്കിയെടുക്കണം. ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയില്ലേ. ഇനി കുറച്ചും കൂടെ ഭംഗി കൂട്ടണമെങ്കിൽ ഇതുപോലത്തെ സ്റ്റോണിൻ്റെ അതല്ലെങ്കിൽ ലേസൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അതെടുത്തിട്ട് ഞാനൊരു അല്പം ഇരിപ്പുണ്ട്. ഈ ബ്ലൗസിലൊക്കെ വെക്കുന്ന ഒരു സ്റ്റോണാണ്. അപ്പോൾ അതിൻ്റെ ഈ കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുപ്പിയുടെ മുകൾ ഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. കുറച്ചും കൂടെ ഭംഗി കൂട്ടാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ലേസൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ഗോൾഡൻ ലേസൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഭംഗി കൂട്ടാൻ വേണ്ടി മുകൾ ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ദേ ഞാനത് വെച്ച് കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഒരു സ്റ്റോണാണ് അതിൻ്റെ. അപ്പോൾ അത് ബ്ലൗസിലൊക്കെ വെക്കുന്നതാണത്. അപ്പോൾ അത് വെച്ച് കൊടുത്തു. ഇപ്പോൾ ദേ കാണാൻ നല്ല ഭംഗിയില്ലേ, എന്താ ഭംഗിയല്ലേ. നല്ല കളർ കോമ്പിനേഷൻ എടുക്കുകയാണെങ്കിൽ കുപ്പി കൂടുതൽ ഭംഗിയായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.